ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു പകൽക്കാലം ഇന്ന് നമുക്ക് തന്ന ദൈവത്തിനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് അല്പസമയം നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനമായി നിൽക്കുവാൻ എനിക്കും അവസരം തന്ന ദൈവത്തെ വീണ്ടും സ്തുതിച്ചുകൊണ്ട് നമുക്കിന്നത്തെ വചന പ്രഘോഷണം ആരംഭിക്കാം. ഇന്ന് ഏറ്റവും മനോഹരമായൊരു ചിന്ത നമുക്ക് സ്വർഗത്തിൽ നിന്ന് തന്നിരിക്കുകയാണ്. വ്യക്തതയുള്ള മനസ്സിന് വർജന തത്വങ്ങൾ. ഇതാണ് നമ്മൾ അല്പമായി ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. വ്യക്തതയുള്ള മനസ്സിന് വർജന തത്വങ്ങൾ. വർജിക്കുക അല്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വ്യക്തതയുള്ള മനസ്സിന് ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണം എന്നാണ് വിശുദ്ധ വേദപുസ്തകം ഈ പകൽക്കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇന്ന് പലപ്പോഴും നമ്മൾ കഴിക്കുന്നതായ ഭക്ഷണങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്നതായ ചില വസ്തുക്കളൊക്കെയും ഒരിക്കൽ പോലും നമുക്ക് ആവശ്യമുള്ളതല്ല. അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വർജിക്കണം എന്ന് തന്നെയാണ് ഈ പൽക്കാലം ഓർമ്മിപ്പിക്കേണ്ടത്. കാരണം അതുമൂലം നമ്മുടെ ആത്മീയ ജീവിതങ്ങളും അല്ലെങ്കിൽ നമ്മളെ ഭൗതികമായ ജീവിതങ്ങളൊക്കെയും വളരെയേറെ പ്രയാസജനകമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങൾക്കെയും ഒരു പരിധിവരെ നമ്മൾ ചില കാര്യങ്ങൾ വർജിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് മാറ്റപ്പെടാത്തത് കൊണ്ടാണെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. നമുക്ക് നോക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ നമുക്ക് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ ആരോഗ്യ ദൂത് ഇന്ന് ഓരോ ദൈവമക്കൾക്കും തന്നിട്ടുണ്ട്. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആഹാരം കഴിക്കാം അല്ലെങ്കിൽ എന്തെല്ലാം കഴിച്ചൂടാ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മളിൽ പലരും അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തെ മനുഷ്യർ പലതും അതിലെന്തൊക്കെ കഴിച്ചൂടാ എന്ന് പറയുന്നു അതൊക്കെയും കഴിക്കുന്നതായ ഒരു അവസ്ഥയിലായിരിക്കുന്നു. തന്മൂലം എന്താ സംഭവിക്കുന്നത്? വളരെയേറെ കഠിനമായ രോഗങ്ങൾ, മാറാ രോഗങ്ങൾക്ക് അടിമയായിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്ത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഭക്ഷണശാലകളാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷണശാലകളും അതേപോലെ തന്നെ ആശുപത്രികളുമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്ത് നമ്മളെ പൂർവികർ ഭക്ഷണം കിട്ടാതെ മരിച്ച കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്നോ ഭക്ഷണം കഴിച്ച് മരിക്കുന്ന ഒരു കാലഘട്ടത്തേക്ക് പോയിരിക്കുന്നു. കാരണം ആ ലേവ്യ പുസ്തകം വിളിച്ചു പറഞ്ഞതുപോലെ അതിലെന്തൊക്കെ കഴിക്കാമെന്ന കാര്യം മാറ്റിക്കൊണ്ട് ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അതിൽ കഴിച്ചുകൂടാത്ത കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു വാക്യം വായിച്ച് തുടങ്ങാം. 1 തെസ്സലോനിക്കർ 5:23 ഇപ്രകാരം വായിക്കുന്നു: സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവ്, പ്രാണനും ദേഹവും മുഴുവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്ത്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ജീവിതങ്ങൾ ഏറ്റവും സമാധാനത്തിലായിരിക്കണമെങ്കിൽ, ദൈവത്തോടു കൂടി പറ്റിച്ചേരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇന്ന് ഈ ലോകത്ത് നിന്ന് വർജിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഒരു സമാധാന അന്തരീക്ഷം, ഒരു ആത്മീയ അന്തരീക്ഷം നമുക്ക് ഓരോരുത്തർക്കും വരികയുള്ളൂ. കാരണം അത്രമാത്രം മലിനപ്പെട്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഏറ്റവും അനിവാര്യമാണ് ഇന്നത്തെ ഈ ആരോഗ്യ ദൂത്. നമ്മൾ ആരോഗ്യകരമായ ഒരു ശരീരം നമുക്ക് വാർത്തെടുക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായി നമ്മളെ ശരീരങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൗകികമായ ചില കാര്യങ്ങൾ നമ്മൾ വർജിക്കണം. അത് മാറ്റപ്പെടേണ്ടതിന് പ്രത്യേകിച്ച് മദ്യപാനം, പുകവലി ശീലങ്ങളുള്ള പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കുക. ഇതെല്ലാം നമ്മൾ വർജിക്കുക, മാറ്റുക. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ ഭൗതിക ജീവിതത്തിനൊക്കെ ഏറ്റവും അനിവാര്യമാണ്.
അതേപോലെ തന്നെ ഓരോ മക്കളും ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇപ്രകാരമുള്ള മുതിർന്നവരൊക്കെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ പിന്തുടർന്നാൽ നമ്മളെ തലമുറയും അപ്രകാരം അത് പിന്തുടർന്ന് ഒരു നല്ല ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് വീണ്ടും അപ്പോസ്തലനായ പൗലോസിനോട് നമുക്ക് ചേർന്ന് പറയാം, നമ്മളെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കാം. ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നല്ല ശരീരത്തോടുകൂടി ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ ഈ കാലങ്ങളൊക്കെ നമ്മളെ ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തുന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ചെറിയ പ്രബോധനത്തിൽ നിന്ന് ഞാൻ മാറ്റുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഏറ്റവും അനുഗ്രഹമായ ഒരു പകൽക്കാലം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. കഴിഞ്ഞ രാത്രിയിൽ നല്ല നിദ്രയിൽ ഞങ്ങൾ കാവൽ ചെയ്തു മനോഹരമായി പ്രഭാതം കണ്ടുണർന്ന് അവിടുത്തെ വചനവുമായി നിൽക്കുവാൻ അടിയനെ അവിടെ നിന്ന് ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളിന്ന് ചിന്തിച്ചതുപോലെ അല്ലെങ്കിൽ അവിടെ തന്ന ചിന്ത പോലെ ഞങ്ങൾ ചില കാര്യങ്ങൾ ഈ ലോകത്തായിരിക്കുമ്പോൾ വർജിക്കണം കർത്താവേ. ആ വർജനയിൽ കൂടി നല്ല ഒരു ശരീരം നല്ല ആത്മാവുമുള്ള ഒരു ദേഹമായി ഞങ്ങളുടെ ശരീരത്തെ അവിടത്തേക്ക് സമർപ്പിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായ അവിടത്തോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കാൻ ഇടവരുന്ന പ്രത്യാശയുള്ള വചനം, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്തിൻ്റെ മോഹം നിന്നൊക്കെ മാറി ഒരു വർജന സ്വഭാവമുള്ളവരായി ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് ഉയർത്തുമാറാകണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുന്നു. കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.